ഹായ് ഗൈസ്, കേരളത്തിൻ്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രിയദർശിനി പ്ലാനറ്റോറിയം ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയമായ പ്ലാനറ്റോറിയങ്ങളിൽ ഒന്നാണ്. ഇവിടെ സന്ദർശിക്കുന്നവർക്ക് ബഹിരാകാശം, ജ്യോതിശാസ്ത്രം എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള അറിവ് ലഭിക്കുന്നു. കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം അഥവാ പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഡെയിലി 4-5 ഷോസ് നടക്കുന്നുണ്ട്. ഓരോ ഷോയിലും പ്രത്യേകിച്ചു ടിക്കറ്റ് എടുക്കണം. സയൻസ് ഓൺ സ്ഫിയർ 30 രൂപ, 3D തിയേറ്റർ 30, പ്ലാനറ്റോറിയം ഷോ 80, 15-30 മിനിറ്റ് ഇടവിട്ട് ഷോസ് നടക്കുന്നുണ്ട്. സൗരയൂഥം, ഭൂമി, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പഠനമാണ് ഇവിടെ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ അറിവ് പകർന്നു നൽകുന്ന ഒരു മ്യൂസിയമാണിത്. എല്ലാ കാഴ്ചകളും ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റില്ല. മാത്രമല്ല, നേരിട്ട് കാണുന്നതാണ് നല്ലത്. നല്ലൊരു ഫീൽ കിട്ടുന്നത് പോയി കാണുമ്പോഴാണ്. പറഞ്ഞ് കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ സ്വയം അനുഭവിക്കുമ്പോൾ തികച്ചും ഒരു എക്സ്ട്രീം ലെവലാണ്. ഏകദേശം 250 പേർക്ക് ഇരിക്കാൻ ശേഷിയുള്ള ഒരു വലിയ ഡോം തിയേറ്റർ പ്ലാനറ്റോറിയത്തിലുണ്ട്. താഴികക്കുടത്തിൻ്റെ ആകൃതിയിലുള്ള ഈ സ്ക്രീൻ 360 ഡിഗ്രി കാഴ്ച നൽകുന്നു. ഈ ഷോ സന്ദർശകരെ സൗരയൂഥത്തിലൂടെ ഒരു യാത്രയിലേക്ക് കൊണ്ടുപോകുന്നു. ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം കേരള ഗവൺമെൻറ് 1984 തുടങ്ങിയ സ്വയംഭരണ സ്ഥാപനമാണ്. പൊതുജനങ്ങളിൽ ശാസ്ത്രബോധം വളർത്താനും ശാസ്ത്രത്തെ ജനകീയമാക്കാനുമാണ് ഈ കേന്ദ്രം തുടങ്ങിയത്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള വസ്തുക്കൾ പ്രദർശനത്തിനുണ്ട്. ഓരോന്നും എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ സ്വയം പ്രവർത്തിപ്പിച്ചു നോക്കാൻ പറ്റും. ഇതിലൂടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള അറിവ് സാധാരണ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഇവർ ലക്ഷ്യമിടുന്നത്. ജ്യോതിശാസ്ത്ര ഗാലറിയിൽ ആകാശ വസ്തുക്കൾ, ബഹിരാകാശ ദൗത്യങ്ങൾ, ജ്യോതിശാസ്ത്ര പ്രതിഭാസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള മോഡലുകൾ, ഫോട്ടോഗ്രാഫുകൾ എന്നിവ പ്രദർശിപ്പിക്കുന്നു. ശാസ്ത്ര ചിന്താഗതി വളർത്തിയെടുക്കുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ പരിപാടികൾ, സഞ്ചരിക്കുന്ന ശാസ്ത്ര പരിപാടികൾ, ശാസ്ത്ര പ്രഭാഷണങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നുണ്ട്. പോപ്പുലർ സയൻസ് ഗാലറിയിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. കുട്ടികൾക്ക് നല്ലതുപോലെ ഇൻഫർമേഷൻ കിട്ടുന്ന ഒരിടമാണിത്. ഓരോന്നും എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അവിടെ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്വയം പ്രവർത്തിപ്പിക്കാനാകും. കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുകയും അറിവ് നേടാനും സാധിക്കുന്ന നല്ലൊരു സ്ഥലമാണിത്. മൺഡേ ഹോളിഡേ ആണ്. 10 മുതൽ 5 മണി വരെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. സ്കൂൾ വെക്കേഷൻ ടൈമിൽ കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ശാസ്ത്ര പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. പ്ലാനറ്റോറിയം ഇടയ്ക്കിടെ ദൂരദർശിനി കാഴ്ച സെഷനുകൾ സംഘടിപ്പിക്കുന്നു. ഇത് സന്ദർശകർക്ക് ചന്ദ്രൻ, ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ തുടങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ അനുവദിക്കുന്നു. 300 പ്രദർശന വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്ന 10 ഗാലറികൾ ഇവിടെ ഉണ്ട്. ശാസ്ത്രത്തിലെ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ടവയാണ് ഓരോ ഗാലറിയിലും സ്ഥിതി ചെയ്യുന്നത്. ജനകീയ ശാസ്ത്രം, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സൗരോർജം, സ്പേസ് സയൻസ്, മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽസ് തുടങ്ങി വിവിധ മേഖലകളാണ് ഇവിടെ ഉള്ളത്. തിരുവനന്തപുരത്ത് കേരള ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ കീഴിലാണ് ഈ പ്ലാനറ്റോറിയം സ്ഥിതി ചെയ്യുന്നത്. പ്ലാനറ്റോറിയം കൂടാതെ 3D സിനിമാ പ്രദർശനം, ശാസ്ത്ര സാങ്കേതിക മ്യൂസിയം, ശാസ്ത്ര പാർക്ക് എന്നിവ ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു. പ്ലാനറ്റോറിയം ഷോ ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. ഓരോന്നും വ്യത്യസ്ത സമയങ്ങളിലാണ് നടത്തുന്നത്. ഷോ സമയങ്ങളും ഷെഡ്യൂളുകളും ഔദ്യോഗിക വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പ്ലാനറ്റോറിയത്തിൽ പോകുമ്പോൾ അവിടെ ടിക്കറ്റ് കൗണ്ടറുകൾ ഉണ്ട്. അവിടെ നിന്നും നമുക്ക് ടിക്കറ്റുകൾ വാങ്ങാം. അതല്ലെങ്കിൽ ഓൺലൈൻ വെബ്സൈറ്റിലൂടെ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ബഹിരാകാശത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും അത്ഭുതങ്ങളിലൂടെ ആകർഷകമായ ഒരു യാത്ര പ്ലാനറ്റോറിയം പ്രദാനം ചെയ്യുന്നു. പ്രിയദർശിനി പ്ലാനറ്റോറിയത്തിലേക്കുള്ള സന്ദർശനം വിദ്യാഭ്യാസപരം മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ഈ പ്ലാനറ്റോറിയം സന്ദർശിക്കുന്നതിലൂടെ കുട്ടികളിലും നമുക്കും ശാസ്ത്ര അവബോധം വളർത്താനാകും. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തായി സൗകര്യപ്രദമായ രീതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്ലാനറ്റോറിയത്തിൽ എല്ലാവർക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനാകും. വളരെ ചുരുങ്ങിയ കാഴ്ചകൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. നേരിട്ട് സന്ദർശിക്കാൻ ശ്രമിക്കുക. വളരെ നല്ലൊരു അനുഭവമാണ്. ബൈ.